നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 741 741. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമാം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 741. 11-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. 39. അഖിലേശ്വരപാദ പങ്കജങ്ങളിൽ ഉള്ളം മുഴുകുന്ന ഭക്തനിൽ അപരാധം മണഞ്ഞുപോകിലും കൃപയാൽ തന്നെ പൊറുക്കും ഈശ്വരൻ. വളരെ എന്താണെന്നാ പറയുക, എത്ര അർത്ഥം പറഞ്ഞാലും മതിയാവാത്തൊരു ശ്ലോകമാണത്. കാരണം അഖിലേശ്വര പാദപങ്കജങ്ങളിൽ ഉള്ളം മുഴുകുന്ന ഭക്തനിൽ അപരാധം മണഞ്ഞു പോകിലും, അറിയാണ്ട് തെറ്റ് ചെയ്താലും കൃപയാൽ തന്നെ പൊറുക്കും ഈശ്വരൻ. പക്ഷെ അതിനൊരു പ്രീ കണ്ടീഷൻ പറയുണ്ടായി. അഖിലേശ്വര പാദപങ്കജങ്ങളിൽ ഉള്ളം മുഴുകുന്ന ഭക്തനിൽ, അനന്യശരണാഗതനായിട്ട് ആര് ഭഗവാനെ സേവിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ളൊരു ഭക്തന് ചെറിയൊരു തെറ്റ് പറ്റിയാൽ ഭഗവാൻ കൃപാസാഗരനാണ്, ശ്രദ്ധിക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഒരു നന്മ ചെയ്തിട്ട് 99 തെറ്റ് ചെയ്ത് വരുന്ന ആളുടെ കാര്യമല്ല പറഞ്ഞത്. ഇനി നമുക്ക് 12-ാം സർഗം ദേവകി വസുദേവ കൃതാർത്ഥത. ഭഗവാനെ മകനായിട്ട് കിട്ടിയതിൽ ആ മകനെ നവയോഗികൾ എത്രത്തോളം പ്രശംസിച്ചു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം. ശ്രീനാരദൻ തെളിഞ്ഞോതേ വീണ്ടും ഉത്സാഹവായ്പോടും ഈ വണ്ണം ഭഗവത് ധർമ്മം കേട്ടു സംപ്രീതനാം നൃമൻ. ഈ നിമിചക്രവർത്തിക്ക് ജീവിതം സമ്പന്നമായി എന്നുള്ള രീതിയിൽ അത്രയും സന്തോഷമായി. കാരണം ഈ നവയോഗികൾ 9 പേരും മത്സരിച്ച് ഭഗവാന്റെ തത്വങ്ങളേനെ ഓരോന്നോരോന്നായിട്ട് എണ്ണിപ്പെറുക്കി നിമിചക്രവർത്തിക്ക് കൊടുത്തു. അപ്പോൾ ശ്രീ നാരദൻ തെളിഞ്ഞോതി. ഇത് കേൾക്കുമ്പോൾ ആരുണ്ട് അവിടെ? നാരദ മഹർഷി. ഈ വീണ്ടും ഉത്സാഹവായ്പോടും ഈ വണ്ണം ഭഗവത് ധർമ്മം കേട്ട് സംപ്രീതനാം നൃപൻ. കവി മുമ്പാം മഹായോഗീശ്വര 9 പേരെയും, കവി മുതൽക്ക് 9 ആളേനെയും മാനിച്ചു നോക്കി നിൽക്കേ താൻ മറഞ്ഞാരവരെ വരും. ഇദ്ദേഹം കൂപ്പുകയോട് കൂടിയിട്ട് അവരെങ്ങനെ തല കുമ്പിട്ട് നമസ്കരിക്കുകയാണ്. അതോടുകൂടി അവർ നമ്മളെപ്പോലെ ദക്ഷിണഗ്രാഹികളൊന്നുമല്ല, മറിഞ്ഞു. എന്നിട്ടോ വിശ്വപാവനം ഈ ധർമ്മം ശ്രദ്ധാപൂർവം അസംഗനായി, സംഘമില്ലാതെ അസംഗനായി ആചരിക്കുകയിൽ അങ്ങേക്കും പ്രാപിക്കാം പരമം പദം. ഇതാരുടെ വക? നാരദരാണ് പറഞ്ഞത്. മറ്റൊരു സ്ഥലം വിട്ടു കഴിഞ്ഞു. അപ്പോൾ വിശ്വപാവനമാം ഈ ധർമ്മം ശ്രദ്ധാപൂർവം അസംഗനായി ആചരിക്കുകയിൽ അങ്ങേക്കും പ്രാപിക്കാം പരമം പദം. അപ്പം നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അതാണ് പറഞ്ഞു വന്നത്. പറഞ്ഞേ, നിങ്ങൾക്കല്ലെങ്കിലും ആ വിശ്വേശ്വരനെ പ്രേമപൂർവകം എടുത്തു ലാളിപ്പതിനും തങ്ങൾ തൻ പിഞ്ചു പൈതലായി. അപ്പോൾ ദേവകി വസുദേവന്മാരോട് പറയാം, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വിശ്വേശ്വരനെ പ്രേമപൂർവകം എടുത്തു ലാളിപ്പതിനും തങ്ങൾ തൻ പിഞ്ചു പൈതലായി താലോലിച്ചു വളർത്താനും മറ്റും സാധിച്ചതോർക്കുകിൽ ഒരാൾക്കും കൈവരാതുള്ള മഹാസൗഭാഗ്യമല്ലയോ. അല്ലേ? ശരിയല്ലേ? ദേവകി വസുദേവർക്ക് ഈ ഭഗവാനെ 11 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായി വിചാരിച്ചാലും അവിടുന്ന് അത് ലാസ്റ്റ് മൂമെൻ്റ് വരെ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യണ വരെ
ലാളിക്കാൻ സാധിക്കില്ല ചെയ്യുന്നത്. ധന്യദമ്പതിമാർ നിങ്ങൾ, ആ വാക്കിലെല്ലാം അടങ്ങി. ധന്യദമ്പതിമാർ നിങ്ങൾ, പുകഴും പുണ്യശാലികൾ, പുത്രനായി പിറന്നില്ലേ ഭഗവാൻ പുരുഷോത്തമൻ. നമ്മുടെ സുഹൃത്ത് എന്താ? ഇത് എപ്പോഴും ഒരു 3-4 പ്രാവശ്യം വായിക്കാൻ സാധിച്ചുല്ലോ. എൻ്റെ കൃതജ്ഞത അതാണ്. നമ്മൾ എന്നെ തപം ചെയ്തേനേ, ഞാൻ എന്ത് തപസ് ചെയ്തിട്ടുണ്ട്, എനിക്കതാണ് സന്തോഷം. അപ്പോൾ ധന്യദമ്പതിമാർ നിങ്ങൾ, പുകഴും പുണ്യശാലികൾ, പുത്രനായി പിറന്നില്ലേ ഭഗവാൻ പുരുഷോത്തമൻ. ഈ മട്ട് ഈശ്വരനോടൊപ്പം ഇത്രയും സ്നേഹവായ്പോടും. കിളിപ്പാട്ട് ഭാഗവതം പഠിച്ചു. ഇപ്പോൾ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ വിത്താനുവൃത്തം പഠിച്ചു, എയർ ചെയ്തു യൂട്യൂബിൽ. ഇപ്പോൾ ശ്രീകൃഷ്ണലീല കഥാമൃതം ഭാഗവതം മൂലും ഒരേ സമയത്ത്. പിന്നെ ദോമ്പിവിലിയിൽ ഞാൻ കരുനാഗപ്പള്ളി എന്താ അദ്ദേഹത്തിൻ്റെ ഒരു മഹാനുഭാവൻ, ഇടതുഭാഗത്ത് സംസ്കൃത മൂലം ശ്ലോകങ്ങൾ, വലതുഭാഗത്ത് മലയാളം ശ്ലോകങ്ങൾ. ഒരു കൃഷ്ണപിള്ള അദ്ദേഹം, കരുനാഗപ്പള്ളി, ആ പേര് ശരിക്കും ഓർമ്മ വരുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിൽ കൂടെയും ഭഗവാന്റെ ചാരിതാർത്ഥജനകമായ കഥകൾ വായിക്കാൻ സാധിക്കുക, പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ മട്ട് ഈശ്വരനോടൊപ്പം ഇത്രയും സ്നേഹവായ്പൊടും തെളിഞ്ഞുവാണൊരു നിങ്ങൾക്ക് ആത്മാവ് അത്യന്തപാവനം. ആത്മാവ് അത്യന്തപാവനം. ദേഷിച്ച ശിശുപാലൻ്റെ കൃഷ്ണാവേശത്തിനും ഫലം മുക്തിയാണെങ്കിൽ ഈ വണ്ണം ലാളിച്ചോർക്കെന്തു ചൊല്ലിടാം. ദേഷ്യപ്പെട്ടിട്ട് നിശിതമായി വിമർശിച്ച ശിശുപാലന് മോക്ഷം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രേമപൂർവം ഭഗവാനെ ലാളിച്ച നിങ്ങൾക്ക് എന്താ സാധ്യം? ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? സർവൈശ്വര്യങ്ങളും മൂടി വിളങ്ങിയിടും മഹേശനെ കേവലം പുത്രനാണെന്നു കരുതായിക മഹാമതേ. അതാണ് ഇതിൽ പറ്റിയ തകരാറെന്താ ഇവർക്ക്? ഇവർ എൻ്റെ മകനാണെന്നേ വിചാരിച്ചുള്ളൂ. ത്രിലോകീനാഥനാണ്, സർവജീവ ഗുഹാശയനാണ്, അന്തര്യാമിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കി, ഇപ്പം മനസ്സിലായി. അപ്പോൾ സർവൈശ്വര്യങ്ങളും മൂടി വിളങ്ങിയിടും മഹേശനെ കേവലം പുത്രനാണെന്നു കരുതായിക മഹാമതേ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എന്നെപ്പറ്റി പറഞ്ഞു. പക്ഷേ ഈ ഒരു അസന്നിഗ്ധ സമയത്ത് എൻ്റെ അഭിവന്യ പിതാവ് ലേറ്റ് ശ്രീ പാടൂർ പടിഞ്ഞാറെ വില്ലേജിലത്തെ PP രംഗയ്യർ, അല്ലെങ്കിൽ പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം 42 കൊല്ലം കാര്യസ്ഥനായിരുന്ന അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റില്ല എനിക്ക്. അത് ഒഴിവാക്കാതെ ഇരിക്കാനാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു മന്ത്രദ്രഷ്ടാവ് എന്നുള്ള നിലയ്ക്ക് ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ എന്ന് ഞാൻ ഏതൊരു എപ്പിസോഡ് എവിടെ പ്രഭാഷണം ചെയ്യുകയാണെങ്കിലും ശരി. പിന്നെ എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിൽ കരുണാകരൻ പിള്ള, അല്ലേ? അപ്പോൾ ആൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ദീസ് പീപ്പിൾ. അപ്പോൾ പറഞ്ഞു വന്നത് അഹങ്കാരമല്ല, മനസ്സിലുള്ള സ്നേഹം, അവരോടുള്ള ആദരവ്. അപ്പോൾ പറയണു കേവലം പുത്രനാണെന്നു കരുതായിക മഹാമതേ. ഭൂഭാരം പോക്കിയനല്ലോർക്കു നന്മയെ കേടും ആവിധം. ഇതന്നെ എനിക്കും പറയുള്ളൂ. നമ്മളെപ്പോലുള്ളവർക്ക് നന്മ ഏകനുണ്ടല്ലോ ഭഗവാൻ, എത്രയെന്ന് പറയാൻ വയ്യ. ഭൂഭാരം പോക്കി നല്ലോർക്കു നന്മയെ കേടും ആവിധം പുണ്യകീർത്തി വളർത്തിയിടാൻ അമ്പാർന്ന് അവതരിച്ചതാം. ദേവർഷിവചനം കേട്ടു ഭാഗ്യവാൻ വസുദേവനും ദേവകീ ദേവിയും മോഹം കൈവിട്ടു ചരിതാർത്ഥരായി. ഇനി
ഇതിൽ 12ാമത്തെ ശ്ലോകം എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെറിയ സർഗം ഇതാണ്. ഏത്? ഭഗവാന്റെ ഉപാസനാകാണ്ഡത്തിലെ 12ാം സർഗം, ദേവകി വസുദേവ കൃതാർത്ഥത. അപ്പോൾ അതിൽ അവസാനത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? മികവഴും ഇതിഹാസം ആദരത്തികവോട് ഇത് നുകരും സുമംഗളം. എന്താ പ്രസൻറ്റേഷൻ! മികവഴും എത്ര ശ്രേഷ്ഠമാണതെന്ന് പറയാൻ വയ്യ. മികവഴും ഇതിഹാസം ആദരത്തികവോട് നുകരും സുമംഗളം. അകലുഷമവനിൽ, കലുഷതയില്ലാണ്ട് ആവുന്നർത്ഥം. അകലുഷം അവനിൽ തെളിഞ്ഞുതാനകമലരിൽ കളിയാടുമീശ്വരൻ. ഇത് ആര് ശ്രദ്ധാപൂർവം കേൾക്കണം, ആരനുഭവിക്കണം? അകമലരിൽ കളിയാടും ഈശ്വരൻ. അകമലരിൽ മനസ്സാകുന്ന താമരപ്പൂവിൽ വിളയാടും ഈശ്വരൻ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 12 സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അതായത് 12ാം സർഗം 12 ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ 12 എന്താണെന്നാ പറയുക, ശ്രീമദ് ഭാഗവതത്തിൽ സ്കന്ധങ്ങൾ അല്ലേ, അതാണ് പറഞ്ഞത്. ഇനി ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 12 സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉടനെ നമ്മൾക്ക് 13ാം സർഗത്തിലേക്ക് പോവാം. ബ്രഹ്മാദി സമാഗമം. ബ്രഹ്മാവ് വരണു. അനന്തരം ബ്രഹ്മരുദ്രസനകാദി സമസ്തരും. ആരും ബാക്കിയില്ല. അനന്തരം ബ്രഹ്മരുദ്രസനകാദി സമസ്തരും ദ്വാരകാ നഗരം നോക്കി പുറപ്പെട്ടു വിനീതരായി. ഇന്ദ്രൻ, ബ്രഹ്മാവ്, സാക്ഷാൽ പരമശിവൻ, എല്ലാവരും. അനന്തരം ബ്രഹ്മരുദ്രസനകാദി സമസ്തരും, സനൽകുമാരന്മാരും ദ്വാരകാ നഗരം നോക്കി പുറപ്പെട്ടു വിനീതരായി. വിശ്വകർഷകമാം വിശ്വാകർഷകം, വിശ്വത്തിനെ ആകർഷിക്കുന്നതാ, പ്രപഞ്ചത്തിനെ ഒന്നായിട്ട് ആകർഷകമാം ഇത് ഏതു ശരീരം കമലേക്ഷണൻ കൈകൊണ്ട് അത്ഭുതമാം ദിവ്യലീലയാടി വിളങ്ങിയോ. വിശ്വാകർഷകമാം ഏതു ശരീരം കമലേക്ഷണൻ കൈകൊണ്ട് അത്ഭുതമാം ദിവ്യലീലയാടി വിളങ്ങിയോ. പാരിൻ താപത്രയം പോക്കി, മനുഷ്യൻ്റെ അല്ല, പാരിൻ ഈ പ്രപഞ്ചത്തിൻ്റെ, ഭൂമിയുടെ പാരിൻ താപത്രയം പോക്കി വെണ്ണിലാവൊത്ത കീർത്തിയാൽ പൂർണ്ണചന്ദ്രിമയെ വെല്ലുന്ന പ്രഭാപൂരിതമായിട്ടുള്ള ആകർഷണമാണ്. വെണ്ണിലാവൊത്ത കീർത്തിയാൽ അതേ സൗന്ദര്യധാമത്തെ, അതേ വാർമുകിൽ വർണ്ണനെ, അതേ സൗന്ദര്യധാമത്തെ, അതേ വാർമുകിൽ വർണ്ണനെ. മയിൽ പീലിയിലും മഞ്ഞപ്പൂമ്പട്ടു കസവിങ്കലും, മയിൽ പീലിയിലും മഞ്ഞപ്പൂമ്പട്ടു കസവിങ്കലും ഗോരോചനക്കുറിയിലും കുളിർ മന്ദസ്മിതത്തിലും കൈശോരഭാവങ്ങളിലും കമനീയാഭയങ്കലും കാരുണ്യവായ്പിലും ഭക്തവാത്സല്യാദി ഗുണത്തിലും. ഇനി എന്താ ഇപ്പം വേറൊന്നും പറയില്ല. കൈശോരഭാവങ്ങളിലും കമനീയാഭയങ്കലും കാരുണ്യവായ്പിലും ഭക്തവാത്സല്യാദി ഗുണത്തിലും ബ്രഹ്മഭാവം മറച്ചാലും മറയാത്ത മഹേശനെ അനേക കോടി ബ്രഹ്മാണ്ടം പരിപാലിച്ചു വാഴിയിലും. ബ്രഹ്മഭാവം മറച്ചാലും മറയാത്ത മഹേശനെ അനേക കോടി ബ്രഹ്മാണ്ടം പരിപാലിച്ചു വാഴിയിലും. അണുപോലും അസംഗത്വം മകലാത്ത, അണുപോലും തലനാരഴയ്ക്ക് അണുപോലും അസംഗത്വം മകലാത്ത മനോജ്ഞനെ കാലിക്കിടാങ്ങളെ കാത്ത കമലായതനേത്രനെ. കാലിക്കിടാങ്ങളെ, പശുക്കുട്ടികളെ, കാലിക്കിടാങ്ങളെ കാത്ത കമലായതനേത്രനെ കൺകുളിർക്കവേ നേരിട്ട് കണ്ടു തന്നെ വണങ്ങുവാൻ.
നമ്മൾക്ക് ഈ ഭാഗവതം വായിച്ചിട്ട് ഇത് അനുഭവിക്കാൻ വയ്യാന്ന് പറഞ്ഞ നാണക്കേടല്ലേ? ബ്രഹ്മലോകത്തിൽ നിന്ന് ബ്രഹ്മാവ്, കൈലാസത്തിൽ നിന്ന് ഭഗവാൻ, പിന്നെ എന്താ പറയുക, സനകാദി ശ്രേഷ്ഠന്മാർ, അവരൊക്കെ അവരവരുടെ വഴി പുരം വിട്ടിട്ട് ഇവിടെ ദ്വാരകയിൽ വരാമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നു. നമ്മൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവണില്ല എനിക്കറിയണില്ല. കൺകുളിർക്കവേ നേരിട്ടു കണ്ട് തന്നെ വണങ്ങുവാൻ സമൃദ്ധമാം ദ്വാരകയിൽ ചെന്നണഞ്ഞവരെ വരും. അവരെല്ലാവരും സ്വർഗോദ്യാനത്തിലെങ്ങെങ്ങും ഉദ്യാനത്തിലെങ്ങെങ്ങും വിരിഞ്ഞ പുതുപൂക്കളാൽ തങ്ങൾ താൻ കെട്ടിയുണ്ടാക്കിയിടിന മഞ്ജുളമാലകൾ, അവരവരെന്നെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മഞ്ജുളമാലകൾ ചാർത്തിച്ചു മെല്ലെ മധുരം വാഴ്ത്തിനാൻ മധുവാണിയാൽ. അവരെന്നെ സ്വയം പൂ അറുത്ത് മാലുണ്ടാക്കി ചാർത്തി എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ പീടിയിൽ നിന്ന് വാങ്ങി ചാർത്തരുത്. എന്തെങ്കിലും 4 പൂവ് അവരവരുടെ വീട്ടിലുണ്ടായത് ഒരു നൂലിൽ കെട്ടി ചാർത്തിയാൽ അതിൻ്റെ അത്ര മഹനീയത കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളതിനില്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ സ്വർഗോദ്യാനത്തിലെങ്ങെങ്ങും വിരിഞ്ഞ പുതുപൂക്കളാൽ തങ്ങൾ താൻ കെട്ടിയുണ്ടാക്കിയിടിന മഞ്ജുളമാലകൾ ചാർത്തിച്ചു മെല്ലെ മധുരം വാഴ്ത്തിനാർ മധുവാണിയാൽ. നാഥ നിൻ ചരണാംഭോജം നമിപ്പൂ ഞങ്ങളേവരും. ബ്രഹ്മാവ് പറയണു, പരമശിവൻ പറഞ്ഞു, സനകാദികൾ പറയണു, നമ്മൾക്ക് നേരം വിളിച്ചായിട്ടില്ല ഭഗവാനെ നമസ്കാരം, ഭഗവാനെ നമസ്കാരം, ഭഗവാനെ നമസ്കാരം എന്ന് പറയാൻ പറ്റുന്നില്ല. ഇതോർത്തല്ലോ ഭക്തലോകം മറപ്പൂ ഭവബന്ധനം. ഭവസാഗരം ഇല്ലായ്മ ചെയ്യണത് എങ്ങനെയാ? ഇതോർത്തല്ലോ, ഈ ഭഗവാനായിരിക്കുന്ന അങ്ങയുടെ തിരുപാദപത്മങ്ങളെ നിരന്തരം ഓർത്തുകൊണ്ട് ഭക്തലോകം മറപ്പൂ ഭവബന്ധനം. മായാഗുണങ്ങളാൽ ഈ മട്ട് ആത്മാവാം തന്നിൽ അത്ഭുതം, ആത്മാവാം തന്നിൽ അത്ഭുതം. സൃഷ്ട്യാദികൾ തുടർന്നിട്ടും ഫലമേൽക്കാതെ അസംഗനായി മഹദാദി പ്രപഞ്ചത്തെ തീർത്തു രക്ഷിച്ചഴിക്കലും, മഹദാദി പ്രപഞ്ചത്തെ തീർത്ത് രക്ഷിച്ചഴിക്കലും നിരുപാധികമാം സ്വാത്മാനന്ദത്തിൽ തന്നെ വാഴുകയാം. അരനിമിഷം നിരുപാധികമാം ഉപാധികളില്ലാതെ കണ്ട് സ്വാത്മാനന്ദത്തിൽ തന്നെ വാഴുകയാം. കർമ്മജ്ഞാനങ്ങളാൽ മർത്യനുള്ളം സംശുദ്ധമായി വരാം. കർമ്മജ്ഞാനങ്ങൾ, കർമ്മം ചെയ്തിട്ട് മനുഷ്യന് ഉള്ളം സംശുദ്ധമായി വരാ. ഭക്തിജ്ഞാന വൈരാഗ്യത്താൽ പറ്റും ചെയ്യും. ഭക്തിജ്ഞാനം വൈരാഗ്യം വന്നാൽ ഉള്ളം ശുദ്ധായി. തൻ പുണ്യകീർത്തി ശ്രവണാദികളാലെന്ന മാതിരി, തൻ പുണ്യകീർത്തി ശ്രവണാദികളാലെന്ന മാതിരി അതോർത്ത് ആത്മസ്വരൂപത്തിൽ മുഴുകിയിടുകിലും ഭവാൻ ഭക്തലോകത്തെ രക്ഷിപ്പാൻ ദിവ്യലീലകൾ ചെയ്യുകയാം. ഭക്തന്മാരെ രക്ഷിക്കുക, ഭക്തന്മാരെ രക്ഷിക്കുക, ഭക്തന്മാരെ രക്ഷിക്കുക. 3 വട്ടം. ഭക്തലോകത്തെ രക്ഷിപ്പാൻ ദിവ്യലീലകൾ ചെയ്യുകയാം. ഉൾക്കാമ്പിലൂരിടും ദുർവാസനയൊട്ടാകെ നീക്കുവാൻ. ഭഗവാൻ നമ്മളെ അണയ്ക്കണമെങ്കിൽ നമ്മുടെ ദുർവാസനകൾ മാറണം. അതിന് ഭഗവാനെ എന്താണെന്നാ പറയുക, എണ്ണധാര പോലെ സദാസേവ്യ. ഉൾക്കാമ്പിലൂരിടും ദുർവാസനയൊട്ടാകെ നീക്കുവാൻ തൃപ്പാദ പങ്കജം ഇതൊന്നല്ലാതില്ല മഹാപ്രഭു. ഭഗവാന്റെ തിരുപാദ പത്മങ്ങളിൽ ആശ്രയം തേടുക. തൃപ്പാദ പങ്കജം ഇതൊന്നല്ലാതില്ല മഹാപ്രഭു. മുനീന്ദ്രർ മുക്തിയോർത്തും കൊണ്ടിതേ ചരണപങ്കജം. മുനിമാര്, ഋഷികൾ, ഇന്ദ്രത്വം പ്രാപിച്ചവര് മുക്തിയോർത്തും കൊണ്ടിതേ ചരണപങ്കജം. കിനിഞ്ഞ ഹൃദയം കൊണ്ടും മുകർന്നേ വാഴുകയല്ലയോ. കിനിഞ്ഞ ഹൃദയം, ട്രാൻസ്പാരൻ്റ് ഹൃദയം എന്നർത്ഥം.
കിനിഞ്ഞ ഹൃദയം കൊണ്ട് മുകർന്നേ വാഴുകയല്ലയോ മായാബന്ധമകന്നീടാൻ മാത്രമോർക്കും മനസ്സുകൾ. ഒരു തരത്തിലും മായ ബന്ധിക്കപ്പെടരുതേ, എന്നെ ബന്ധിക്കരുതേ. ഒരു മായാബന്ധം അകന്നീടാൻ മാത്രമോർക്കും മനസ്സുകൾ ധ്യാനിപ്പത് അർച്ചിപ്പവതും. അപ്പോൾ എനിക്ക് ഇല്ലാത്തത് തരണേന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഭഗവാനെ ശല്യപ്പെടുത്തരുത്, അതാ പറഞ്ഞത്. ധ്യാനിപ്പത് അർച്ചിക്കുവതും പൂജിപ്പതും ഇതൊന്നുതാൻ. എല്ലാറ്റിനും മൂലകാരണം ശ്രീകൃഷ്ണ പ്രീത്യർത്ഥം, മഹാവിഷ്ണു പ്രീത്യർത്ഥം, ശ്രീരാമചന്ദ്ര പ്രീത്യർത്ഥം. ഇതിൽ മീതൊന്നും പറയാൻ പാടില്ല. ധ്യാനിപ്പത് അർച്ചിക്കുവതും പൂജിപ്പതും ഇതൊന്നുതാൻ. വികാരങ്ങൾ കടമയാം വിധി മുമ്പായ സർവരും. വികാരങ്ങൾ കടിമയാം വിധി, ബ്രഹ്മാവെന്നർത്ഥം. മുമ്പായ സർവരും മൂക്കിന്നു കയറിട്ടുള്ള കാല പോൽ ആർക്ക് അധീനമോ. അതായത് ബ്രഹ്മാവും പരമശിവനും ഇന്ദ്രനും എല്ലാവരും ശ്രീഹരിക്ക് അധീനന്മാരാണ്. ശ്രീഹരി അവർക്ക് അതീതനാണ്. മൂക്കിന്നു കയറിട്ടുള്ള കാള പോലാർക്ക് അധീനമോ. പ്രകൃതിക്കും പുരുഷനും പരനായി നിൽപ്പതാ ഭവാൻ. ആര്? പ്രകൃതിക്കും പുരുഷനും പരനായി, എല്ലാവർക്കും മേലെ നിൽപ്പതാ ഭവാൻ. അവ്യക്താദി നിയന്താവും. അവ്യക്താദി എന്താണ് വ്യക്തമല്ലാത്തത്? അതിൻ്റെ നിയന്താവും ഭഗവാൻ തന്നെയാണ്. അവ്യക്താദി നിയന്താവും ജഗൽ സൃഷ്ട്യാദിഹേതുവും കാലസ്വരൂപനായും നീ കാലസ്വരൂപനായും കാലാഹിയായും നമ്മളതിനെ ഹരിച്ചു കൊണ്ടുപോകണില്ലേ? കാലസ്വരൂപനായം നീ വിളങ്ങും പുരുഷോത്തമൻ. മുനീന്ദ്രർ പോലും അധ്യാസം നിമിത്തം. മുനീന്ദ്രർ പോലും അധ്യാസം നിമിത്തം ഭീതരാം പ്രഭു. തെറ്റുപറ്റരുതേ, അഹങ്കാരം ഉണ്ടാവരുതേ, ലാളിത്യം കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുനീന്ദ്രർ പോലും അധ്യാസം നിമിത്തം ഭീതരാം പ്രഭോ. മായയാൽ ഉളവാക്കിയിടും ഓരോരിന്ദ്രിയ വൃത്തിയാൽ. മായയാൽ, ഭഗവാന്റെ മായയാൽ ഓരോരോ ഇന്ദ്രിയവൃത്തിയാൽ. മായയാൽ ഉളവാക്കിയിടും ഓരോരിന്ദ്രിയവൃത്തിയാൽ. ശബ്ദാദികൾ മനുഷ്യാദിരൂപമാർന്ന് വിനോദമായി. ശബ്ദാദികൾ, ശബ്ദം, അത് കഴിഞ്ഞിട്ട് അതായത് ശബ്ദം എന്തിൻ്റെ? പിന്നെ ആകാശത്തിൻ്റെ. പിന്നെ കാറ്റ്, ടച്ചിങ് അല്ലേ? അഗ്നി, കാണൽ, ജലം, രസം, ഭൂമി, ഗന്ധം. അപ്പോൾ ഈ പഞ്ചമഹാഭൂതങ്ങളുടെ എല്ലാം അടിസ്ഥാനമാരാ ഭഗവാനാണ്. അപ്പോൾ ശബ്ദാദികൾ മനുഷ്യാദിരൂപമാർന്ന് വിനോദമായി അണഞ്ഞ് അനുഭവിച്ചാലും ആസക്തിരഹിതൻ ഭവാൻ. ആസക്തിരഹിതൻ ഭഗവാൻ ഒന്നിലും ആസക്തിയില്ല. അപ്പം നമ്മൾ ആസക്തിയോട് കൂടിയിട്ടൊന്നും ചെയ്യരുത്. 16,000 മാൻകണ്ണികൾ മന്ദസ്മിതത്തോടും കടാക്ഷഭാവഹാവങ്ങൾ കമനീയങ്ങൾ കാട്ടിയും. 16,008 പത്നിമാരുടെ പലതരത്തിലുള്ള ചേഷ്ടകളൊക്കെ ഉണ്ടായിട്ടും ഭഗവാൻ ആരാ? അസംഗനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാവഹാവങ്ങൾ കമനീയങ്ങൾ കാട്ടിയും മനസ്സനക്കുവാൻ പോലും ആളായില്ലൊരു ലേശവും. മനസ്സനക്കുവാൻ, ഭഗവാന്റെ മനസ്സിനെ അനക്കാൻ പോലും ആളായില്ല ഒരു ലേശവും. ആമട്ട് ലിപ്തനാം നിൻ്റെ ചരിത്രസുതകാതിനാൽ. ആമട്ടലിപ്തനാം നിൻ്റെ ചരിത്രസുധ അമൃത കാതിനാൽ. തൃപ്പാദ ഉദകമാം ഗംഗ
മൂർധാവിൽ ഇരുതീർത്ഥവും വഹിച്ച് ശുദ്ധികാമന്മാർ വിളങ്ങിയിടുന്നു മന്നിതിൽ. എന്താ പറയുക, എനിക്കറിയില്ല, ഒന്നും പറയില്ല. തൃപ്പാദോദകമാം ഗംഗമൂർധാവിലിരുതീർത്ഥവും വഹിച്ചു ശുദ്ധികാമന്മാർ വിളങ്ങിയിടുന്നു മന്നിതിൽ. ലോകത്തിൽ ലാസ്റ്റ് അവസാനത്തെ ശ്ലോകം. വിണ്ണോരോടത്തിങ്ങനെ വാഴ്ത്തി വീണ്ടും വിരിഞ്ചനമ്പാൽ പ്രണമിച്ചു കൂപ്പി. ബ്രഹ്മാവ് വിണ്ണോരോടൊത്തിങ്ങനെ ദേവന്മാരോട് കൂടിയിട്ടാണ് വന്നത്. വാഴ്ത്തി വീണ്ടും വിരിഞ്ചനമ്പാൽ പ്രണമിച്ചു കൂപ്പി നിലം തൊടാതിത്തിരി പൊങ്ങിയേനുണർന്നിത്തിനാനമ്പൊടു മന്ദമന്ദം. നിലം തൊടാതെ ഇത്തിരി പൊങ്ങിയേ നിന്നുണർത്തിനാൻ അമ്പോടു മന്ദമന്ദം. അവിടെ വലിയൊരു ടെക്നിക്കാലിറ്റി ഉണ്ട്. ദേവന്മാർ ഭൂമിയിൽ കാല് കുത്തില്ല. ഇത് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യന്മാർ മാത്രമേ കാല് കുത്തുള്ളൂ ഭൂമിയിൽ. ദേവന്മാർ ഭൂമിയിൽ നിന്ന് 1 ഇഞ്ച് മേലെ നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, വിഗ്രഹങ്ങൾ നിലത്തല്ല പ്രതിഷ്ഠിക്കുന്നത്. ദേവി ചൈതന്യാണെങ്കിൽ പുരുഷശിലയിലും, ദേവചൈതന്യാണെങ്കിൽ സ്ത്രീ കല്ലിലും ശില എല്ലാമാണ് പ്രതിഷ്ഠ. ആ ആൺ പെൺ ശിലകളോ ഏതിലാണ് പ്രതിഷ്ഠിക്കുന്നത്? നപുംസക ശിലയിൽ. ഇതൊക്കെയാണ് എൻ്റെ ടെക്നിക്കാലിറ്റി. പ്രമുഷയിലെ വിണ്ണോരോടൊത്തിങ്ങനെ വാഴ്ത്തി വീണ്ടും വിരിഞ്ചൻ അമ്പാൽ പ്രണമിച്ചു കൂപ്പി നിലം തൊടാതെ ഇത്തിരി പൊങ്ങിയേ നിന്ന് ഉണർത്തിനാൻ അമ്പോട് മന്ദം മന്ദം. അപ്പോൾ അവിടെ അതിൽ അവസാനത്തത് ഇട്ടിട്ടില്ല, എന്നാലും നമുക്ക് പറയാൻ പറ്റും. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ ബ്രഹ്മാദിസമാഗമം നാമ എത്രാമത്തെ 13 എനിക്ക് സംസ്കൃതം അറിയില്ല. അപ്പോൾ 13ാമത്തെ കാണ്ഡം എന്ത് ചെയ്യണു? ഉപാസനാകാണ്ഡേ 13ാം സർഗം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. ഇനി നമ്മൾക്ക് നാളെ 14ാം സർഗം വായിക്കണം. ഉദ്ധവ ശരണാഗതി. ഭഗവാൻ ഏതായാലും എന്താ പറയുക, സ്വധാമത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയായി. അപ്പോൾ ഉദ്ധവർ വന്നിട്ട് എന്നെയും കൊണ്ടുപോകണമെന്ന് പറയാണ്. ആ ഭാഗം നമ്മൾക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. നാളെ കാണാം.